ഫിറ്റർ MCQ ഡിസ്കഷൻ പാർട്ട് 5ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള പാർട്ടുകൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ബാക്കി 4 പാർട്ടുകൾ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിൽ 43ാമത്തെ ചോദ്യം നോക്കുക. വിച്ച് മാർക്കിംഗ് മീഡിയ പ്രൊവൈഡ് ക്ലിയർ ലൈൻ ഓൺ മെഷീൻ ഫിനിഷ്ഡ് സർഫസ്? മെഷീൻ ഫിനിഷ്ഡ് സർഫസിൽ ക്ലിയർ ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കിംഗ് മീഡിയ ഏതാണെന്നുള്ളതാണ്. മാർക്കിംഗ് മീഡിയ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ഒരു വർക്ക് പീസിൽ ഏതെങ്കിലും ഇതൊരു വർക്ക് പീസാണ് സങ്കല്പിക്കുക. ഇവിടെ ഒരു ഡയമെൻഷണൽ ഫീച്ചേഴ്സ് ഞാൻ അടയാളപ്പെടുത്തുമ്പോൾ അവിടെ എന്താണ് ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ട് എന്ത് ചെയ്യണം, അത് ആ ഡയമെൻഷണൽ ഫീച്ചേഴ്സ് കാണാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മാർക്കിംഗ് മീഡിയ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വ്യത്യസ്ത മാർക്കിംഗ് മീഡിയയാണ്. വൈറ്റ് വാഷ്, പ്രഷ്യൻ ബ്ലൂ, കോപ്പർ സൾഫേറ്റ്, സെല്ലോസ്, ലാക്വർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത മാർക്കിംഗ് മീഡിയകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷ്യൻ ബ്ലൂ ആണ് ഇവിടെ ശരിയായുള്ള ഉത്തരം. ഓക്കെ, മെഷീൻ ഫിനിഷ്ഡ് സർഫസിൽ ക്ലിയർ ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കിംഗ് മീഡിയ ഏത്? പ്രഷ്യൻ ബ്ലൂ എന്ന് ഇവിടെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അടുത്ത 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്ലോട്ടഡ് ആംഗിൾ പ്ലേറ്റ്? സ്ലോട്ടഡ് ആംഗിൾ പ്ലേറ്റിൽ സ്ലോട്ട്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജോബ് ക്ലാമ്പിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലേ. 45ാമത്തെ ചോദ്യം നോക്കിയേ. വിച്ച് കാലിപ്പർ ഈസ് യൂസ്ഡ് മാർക്ക് ദ സെൻറ്റർ ഓഫ് റൗണ്ട് ബാർ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഏത് കാലിപ്പറാണ് യൂസ്ഡ് മാർക്ക് ദ സെൻറ്റർ ഓഫ് റൗണ്ട് ബാർ? ഏതാണ്? ജെന്നി കാലിപ്പർ. അതുപോലെ തന്നെ ജെന്നി കാലിപ്പറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളും ചോദിക്കും. ഹെർമോഫ്രോഡൈറ്റ് കാലിപ്പർ, ഓക്കെ, ഓൾഡ് ലെഗ് കാലിപ്പർ, ലെഗ് ആൻഡ് പോയിൻ്റ് കാലിപ്പർ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. അടുത്തത് നെയിം ദ പാർട്ട് എക്സ്. ഓക്കെ, പാർട്ട് മാർക്കഡ് എക്സ്. ഈ എക്സ് എന്ന് പറയുന്ന ഭാഗത്തെയാണ് നമ്മൾ ഫൾക്രം റോളർ എന്ന് പറയുന്നത്. ഇത് പോയിൻ്റാണ്, ഇത് ഫൾക്രം റോളറാണ്. ഇത് പോയിൻ്റ് മുതൽ ഈ ഒരു ഫൾക്രം റോളർ വരെ അഥവാ പിവോട്ട് വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, 50 മുതൽ 200 വരെ ആയിരിക്കും ഈ ലെങ്ത് വേരിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പം എന്താണ്? ഫൾക്രം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത നോക്കാം. നെയിം ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? യൂണിവേഴ്സൽ ബിവൽ ഗേജ് ആണ്. ഓക്കെ, യൂണിവേഴ്സൽ ബിവൽ ഗേജ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഫയലിംഗ് നാരോ ഗ്രൂവ്സ് ആൻഡ് ആംഗിൾസ് എബൌട്ട് 10 ഡിഗ്രി? 10 ഡിഗ്രിക്ക് മുകളിലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നൈഫ് എഡ്ജ് ഫയലാണ്. ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? വളരെ കൂർത്തിട്ടുള്ള ഒരു ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും അല്ലേ. ഇനിയുണ്ട് ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ തന്നെ ഉള്ളതായിട്ടുള്ള ട്രയാങ്കുലർ ഫയലുണ്ട്. എബോവ് 60 ഡിഗ്രിക്ക് മുകളിലുള്ള ആംഗിൾസൊക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് നെയിം ദ ഡിഫക്റ്റ് ദാറ്റ് കോസസ് ദ മെറ്റൽ ചിപ്പ് ക്ലോഗ്ഡ് ബിറ്റ്വീൻ ദ ഫയൽ ടീത്ത്. ഫയൽ ടീത്തുകളിൽ മെറ്റീരിയൽസ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന ഡിഫക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നിങ് ഓഫ് ഫയൽ എന്ന് പറയാം അല്ലേ. അതായത് ഫയൽ ചെയ്യുന്ന സമയത്ത് മെറ്റൽ പാർട്ടിക്കിൾസുകൾ ഫയലിൻ്റെ ടീത്തിനുള്ളിൽ അടിഞ്ഞുകൂടുന്ന ഒരു ക്ലോഗ് ആകുന്ന പ്രവൃത്തി എന്താണ് പറയുന്നത്? പിന്നിങ് ഓഫ് ഫയൽ എന്നാണ് പറയുന്നത്. പിന്നിങ് ഓഫ് ഫയൽ നമ്മൾ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമുക്കതിന് വേണ്ടിയിട്ട് ഫയൽ കാർഡ് അല്ലെങ്കിൽ എന്താണ് ബ്രാസ് അല്ലെങ്കിൽ കോപ്പർ സ്ട്രിപ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് മെറ്റൽ സ്ട്രിപ്പുകൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു പിന്നിങ് ഓഫ് ഫയൽ, ആ ഒരു പിന്നിങ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. വിച്ച് ചിസൽ ഈസ് യൂസ്ഡ് കട്ടിങ് ഓയിൽ ഗ്രൂവ്സ്? ഓയിൽ ഗ്രൂവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ചിസലാണ്? ഹാഫ് റൗണ്ട് നോസ് ചിസൽ. ഓയിൽ ഗ്രൂവ്സ് അല്ലെങ്കിൽ എന്താണ് കർവ്ഡ് ഗ്രൂവ്സ് എന്ന് പറയും. ഓക്കെ, കർവ്ഡ് ഗ്രൂവ്സ്.